ഹായ് എവരി വൺ, ദിസ് ഈസ് റാഷിദ് ഫ്രം മോട്ടിവ്സ് അക്കാഡമി ചെറുപ്പശ്ശേരി. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ES6 ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തിനാണ് ES6 നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾക്കാണ്. സോ നമ്മൾ ES6 ഫസ്റ്റ് ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കോപ്സ്. എന്താണ് സ്കോപ്സ് എന്നുള്ളത്, അതുപോലെ തന്നെ എന്താണ് ഒരു ഗ്ലോബൽ ഡിക്ലറേഷനും എന്താണ് ഒരു ലോക്കൽ ഡിക്ലറേഷനും എന്താണ് എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഇപ്പോൾ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. VS കോഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്റ്റൻഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എക്സ്റ്റൻഷൻ VS കോഡ് റണ്ണറാണ്. ഈ VS കോഡ് റണ്ണർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്താണ് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ വേണ്ടി പറ്റുക. നമ്മളുടെ VS കോഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനൊരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് നമ്മളെന്താണ് scopes.js എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ്, ഞാൻ ജസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. വേർ a = 10 എന്ന് പറഞ്ഞു. സോറി, കാറല്ല, വേർ a = 10 എന്ന് പറഞ്ഞു. ഇതിന് ശേഷം ഞാൻ എന്താണ് console.log എ എന്ത് ചെയ്തു, console.log ചെയ്തു. അതായത് എയുടെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, Ctrl A പ്രസ് ചെയ്യാം. Ctrl A പ്രസ് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി പറ്റി 10 എന്ന് പറഞ്ഞിട്ട്. സോ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ എക്സ്റ്റൻഷനായ VS കോഡ് റണ്ണർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മളെ VS കോഡിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ് ഒരു ഗ്ലോബൽ ഡിക്ലറേഷൻ എന്നും എന്താണ് ഒരു ലോക്കൽ ഡിക്ലറേഷനും ലോക്കൽ സ്കോപ്പും എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇത് രണ്ടും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഫംഗ്ഷൻ എഴുതുക. ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് ഞാൻ കൊടുത്തു. ഫസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു പാരന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫംഗ്ഷൻ എഴുതേണ്ടത്. ഇനി ഇവിടെ ഞാൻ console.log ഞാൻ എന്ത് പറഞ്ഞു, നമ്മുടെ ഫംഗ്ഷനിൽ ആം ഫ്രം ഫംഗ്ഷൻ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ആം ഫ്രം ഫംഗ്ഷൻ ഏനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, ഈ ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇപ്പം നമ്മളിത് ജസ്റ്റ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ വേണ്ടി പറ്റുക, റൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പാരന്തസിസിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ആവുക. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇനി Ctrl A പ്രസ് ചെയ്തു, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, റൺ കോഡ് കൊടുത്തു. സോ നമുക്കിവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റി, ഐ ആം ഫ്രം ഫംഗ്ഷൻ, അതിൻ്റെ വാല്യൂ ഏനെ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത വാല്യൂ 10 ആണ്. ആ 10നെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ ഡിക്ലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിട്ടുള്ള, അതായത് വേർ എ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്രോഗ്രാമിങ്ങിൽ എവിടെയെങ്കിലും ഫംഗ്ഷൻ്റെ ഉള്ളിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു റൂട്ട് സ്ഥലത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് അതിൽ വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം, നമ്മുടെ ഫംഗ്ഷൻ്റെ ഉള്ളിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഫംഗ്ഷൻ്റെ പുറത്തും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ ജസ്റ്റ് കൺസോൾ ചെയ്യാണ് ഫ്രം ഗ്ലോബൽ. ഇപ്പോൾ ഇത് കിടക്കുന്നത് എവിടെയാണ്, ഈ ഒരു കൺസോൾ കിടക്കുന്നത് നമ്മളുടെ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് അല്ലേ. ആ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള കൺസോളാണ് നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂട്ടായിട്ട് ഇവിടെ കണ്ടത്. ഇനി ഗ്ലോബലി നമ്മളെന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ്റെ പുറത്തും നമ്മളെന്ത് പറഞ്ഞു, കൺസോളിനെ നമ്മളെന്താണ്, ഈ ഏനെ നമ്മൾ എന്ത് ചെയ്തു, കൺസോൾ ചെയ്തു. ഇനി നമ്മളതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെന്താണ്,
ഐ ആം ഫ്രം ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് 10 കാണാൻ വേണ്ടി പറ്റി, ഫ്രം ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് 10 എന്ന് കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ ഒരൊറ്റ ഡിക്ലറേഷൻ തന്നെയാണ്. ആ ഡിക്ലറേഷനിൽ നമുക്ക് എന്താണ് ഫംഗ്ഷൻ്റെ ഉള്ളിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫംഗ്ഷന് പുറത്തും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എന്താണ്, ഞാൻ ഇതിൻ്റെ സ്കോപ്പിനെ, ഇതിൻ്റെ ഡിക്ലറേഷനെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു, കൺസോൾ ഡോട്ട് ലോഗ് എ എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്തു. അതിനുശേഷം എന്താണ്, ഗ്ലോബലി ഞാൻ എന്ത് പറഞ്ഞു, ഈ ഫംഗ്ഷൻ്റെ പുറത്ത് ഞാൻ എന്ത് പറഞ്ഞു, ഈ എനെ ഞാൻ കൺസോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുക, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് എന്താണ്, ഒരു എറർ കിട്ടി. ആ എററിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, എ ഈസ് നോട്ട് ഡിഫൈൻഡ്. എ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇതിനെ ഞാൻ കമൻറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഒന്നും കൂടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ്, ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള ഈ എയുടെ വാല്യൂവിനെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തന്നു. ഓക്കെ, ബട്ട് നമ്മൾ ഇവിടെ ഫംഗ്ഷൻ്റെ പുറത്ത് ഈ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളോട് പറയുന്നത് എന്താണ്, ഫംഗ്ഷൻ എ ഈസ് നോട്ട്, എന്താണ് പറയുന്നത്, കൺസോൾ ഡോട്ട് ഫ്രം ഗ്ലോബ് എ ഈസ് നോട്ട് ഡിഫൈൻഡ്, റെഫറൻസ് എറർ എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഒരു ഗ്ലോബൽ ഡിക്ലറേഷനും അതുപോലെ തന്നെ ഒരു ലോക്കൽ ഡിക്ലറേഷനും തമ്മിലുള്ള വ്യത്യാസം. ഇതിനെയാണ് നമ്മൾ സ്കോപ്പ് ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇനി എന്താണ് നമുക്ക് അടുത്തത് എന്താണ് എന്നുള്ളതൊന്ന് നോക്കാം. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ഡിക്ലറേഷന് ഞാൻ എന്താണ് ഗ്ലോബലി തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇതിനെ കൺസോൾ ഞാൻ ക്ലിയർ ചെയ്തു, കൺട്രോൾ എ പ്രസ് ചെയ്തു, റണ്ണ് കോഡ് കൊടുത്തു. നമുക്ക് രണ്ട് കൺസോളും ഇവിടെ കാണാൻ വേണ്ടി പറ്റി. ഇനി ഞാൻ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എയുടെ വാല്യൂ എ ഈക്വൽ ടു 20 എന്ന് റീഅസൈൻ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്താണ് ഫസ്റ്റ് നമ്മളെന്താണ് 10 കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, അതിൻ്റെ വാല്യൂ 20 ആക്കി റീഅസൈൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യുന്ന ഈ എ എന്ന് പറയുന്ന ഗ്ലോബൽ ഡിക്ലറേഷൻ്റെ വാല്യൂ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ചേഞ്ചായി. പക്ഷേ ഫംഗ്ഷന് പുറത്ത് ഗ്ലോബൽ ഡിക്ലറേഷനിൽ എന്തായിരിക്കും, അത് 20 തന്നെ ആണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ എന്താണ്, രണ്ടും നമുക്കെന്താണ് 20 ആയിട്ടാണ് നമുക്കെന്താണ് കാണാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ സോ അതിൻ്റെ മീനിങ് എന്താണ്, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ച് ഒരു ഗ്ലോബലി ഡിക്ലെയർ ചെയ്ത ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ച് മാറ്റിക്കഴിഞ്ഞാലും എന്താണ് ഗ്ലോബലി അതിനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലായത്. ഓക്കെ ഗൈസ്, അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇനി നമ്മളെന്താണ് നോക്കാൻ പോകുന്നത്, ഇവിടെ ഈ സെയിം ഈ ഒരു എ എന്ന് പറയുന്ന വേരിയബിളിനെയാണ് നമ്മളിവിടെ 20 ആക്കി കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ എന്താണ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഞാനൊരു പുതിയൊരു വാരും കൂടി അസൈൻ ചെയ്തു. അതിൻ്റെ വേരിയബിൾ നെയിം സെയിം തന്നെയാണ്, 20 ആയിട്ട് അസൈൻ ചെയ്തു. സോ ഇനി ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, നമുക്ക് സെയിം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡിക്ലറേഷനിൽ ഈ വാരിൽ എന്താണോ നമ്മൾ ഈ എയിൽ എന്താണോ അസൈൻ ചെയ്തത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആ വാല്യൂ തന്നെയാണ് ഫംഗ്ഷനിൽ വരുന്നത്. ബട്ട് നമ്മളുടെ ഗ്ലോബലി നമുക്ക് എന്താണ് വരുന്നത്, എന്താണോ നമ്മൾ ഗ്ലോബലി ഡിക്ലെയർ ചെയ്തത് ആ സെയിം വാല്യൂ ആണ് നമ്മളുടെ ഗ്ലോബൽ ഡിക്ലറേഷനിൽ വരുന്നത്. ലോക്കൽ ഡിക്ലറേഷനിൽ എന്ത് വരുന്നുണ്ട്, ഇതിനെ ചേഞ്ച് ചെയ്ത വാല്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ഒരു വ്യത്യാസം കൂടി നമ്മൾ വേറെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ വേണ്ടി പറ്റും. ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ചെയ്തത് നമ്മളുടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഗ്ലോബൽ വേരിയബിളിൻ്റെ വാല്യൂ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഗ്ലോബൽ വേരിയബിളിൻ്റെ വാല്യൂ അല്ല നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്, ഇതിൻ്റെ സ്കോപ്പിൻ്റെ ഉള്ളിലുള്ള ഒരു വേരിയബിളായ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ വേർ കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു വേരിയബിളിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റും.
ഫംഗ്ഷൻ്റെ ഉള്ളിൽ റീഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എന്ത് പറ്റും, അതിൻ്റെ വാല്യൂവിനെ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു വേർ കീവേഡിൻ്റെ ഒരു ഫെസിലിറ്റിയാണ് പറയുന്നത്. ഈ വേർ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ES15 വരെയാണ് വേർ കീവേഡ് ഉണ്ടായിരുന്നത്. ES5 വരെ വേർ കീവേഡാണ് ഉണ്ടായിരുന്നത് ജാവാസ്ക്രിപ്റ്റിൽ. ES6 മുതലാണ് എന്ത് ആഡ് ചെയ്തത്, ലെറ്റും കോൺസ്റ്റും എന്ന് പറയുന്ന കീവേഡ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.